ഹായ് ഹലോ. ഇത് നമ്മൾ ഇന്നലെ രാത്രിയിൽ പുറത്ത് പോയി ആഹാരം കഴിക്കാം, ഒന്ന് ഷോപ്പിംഗ് ചെയ്യാം എന്നൊക്കെ ഉള്ള ധാരണയിൽ 8:30 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അതായത് ഞങ്ങളിപ്പോൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് നാട്ടിൽ നമ്മൾക്ക് സദ്യ എത്ര ഇഷ്ടമാണോ അതുപോലെയാണ് ഇവിടെ ഗുജറാത്തികൾക്ക് ഥാലി എന്ന് പറയുന്ന ഒരു ഫുഡിനോടുള്ള ഇഷ്ടം. നമ്മൾ പല സ്ഥലത്തു നിന്നും ഥാലി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഹോട്ടലിൽ നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പം മെനു കാർഡൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യമില്ലെങ്കിലും അതിങ്ങനെ തിരിച്ച് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവരിതാ ഫസ്റ്റ് ഒരു സൂപ്പ് കൊണ്ടുവെക്കും, മോര് കൊണ്ടുവെക്കും, മോരും ജീരകവും കൂടെ. അപ്പോൾ ഇതാണ് ഥാലി. റൈസും ഒരു പനീർ സബ്ജി, ഡാൽ, ഒരു വെജിറ്റബിൾ സബ്ജി, നല്ല ചീസൊക്കെ സ്ലൈസ് ചെയ്തിട്ട് ഇതാണ്. പിന്നെ അത് പറാട്ട, ഇതാണ് ലാച്ച പറാട്ട എന്ന് പറയുന്നത്. നമ്മൾ മൈദ വെച്ച് പറാട്ട അടിക്കുന്നത് പോലെ ഗോതമ്പ് വെച്ച് നല്ല വൃത്തിയായിട്ട് നല്ല ലെയറുള്ളത് അടിച്ച് തരും. പിന്നെ ലാസ്റ്റ് ഇതാ ഇതുപോലൊരു സ്വീറ്റ് കൊണ്ടുവെക്കും. പിന്നെ കൈ കഴുകാൻ വെള്ളമൊക്കെ കൊണ്ടുവെക്കും. നമ്മൾ കൈയൊക്കെ കഴുകി ബില്ലുമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി ഇനി കടയിലേക്ക് പോകാമെന്നുള്ള ആഗ്രഹത്തിൽ ഇതാ ഓഷ്യ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റിലെത്തിയതാണ്. ഇവിടെ A to Z നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം പലചരക്ക് തൊട്ട് നമുക്ക് ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ പലചരക്കൊക്കെ അവിടെയാണ്. ഞാൻ പോയില്ല അങ്ങോട്ട്. ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ച് മേളിലോട്ട് പോയപ്പോൾ നല്ല ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല ഹാർട്ട് ഷേപ്പിലെ പില്ലോസ് ഉണ്ട്, ചപ്പൽ, ഡോർ മാറ്റ്, ഒരുപാട് ഡ്രസ്സുകൾ. അപ്പോൾ മോൾക്ക് വേണ്ടി രണ്ട് ടോപ്പ് എടുത്തു. നല്ല കണ്ടതുകൊണ്ടും ട്രയൽ റൂമിൽ കയറി നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ സൈസൊക്കെ കറക്റ്റായിരുന്നു. ഇട്ടപ്പോൾ എന്താ ഈ 2 ടോപ്പാണ് നമ്മൾ എടുത്തത്. പിന്നെ ചേട്ടനൊരു ഷർട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, എടുത്തില്ല. പിന്നെ അതാ ഒരു ഹാൻഡ് ബാഗ് നോക്കി. ഞാൻ ഹാൻഡ് ബാഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ 250 രൂപയ്ക്ക് അത് നല്ല വെർത്താണെന്ന് എനിക്ക് തോന്നി. ഞാൻ എടുത്തില്ല. പിന്നെ അതാ ചപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യാറായതുകൊണ്ട് 10 മണി ആയതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ സ്കൂട്ടായി അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഫ്രീസറിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ. ഇവിടെ ഫുൾ അതർ സ്റ്റേറ്റിലെ ആൾക്കാരാണ്, നമ്മുടെ സ്റ്റേറ്റിലെ ഞങ്ങളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഈ കോമ്പൗണ്ടിനകത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ വീട്ടിലൊക്കെ എത്തി വർക്കൊക്കെ ചെയ്തപ്പോൾ പിള്ളേരൊക്കെ വെളിയിൽ കളിക്കുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ചൂടായതുകൊണ്ട് എല്ലാവരും രാത്രിയിലാണ് കഥ പറയാൻ ഇറങ്ങുന്നതും കളിക്കാൻ ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. ഇപ്പം കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ വീട്. അവിടെ ചെട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അവിടെ ഡോറൊക്കെ തുറക്കും.